Good morning. Okay. കഴിഞ്ഞ ദിവസത്തേക്ക് വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള് നോട്ടൊക്കെ? ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? യെസ്. ഓക്കെ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾക്ക് അവധിയായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങള് സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോ എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ചൊക്കെ വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? 49 പേര് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഈ തേഴ്സ്ഡേക്ക് എന്റെ മാർക്കറ്റിംഗിന്റെ ടെസ്റ്റ് പേപ്പർ ഇടാം നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, ഇപ്പൊ 2-3 ദിവസം ഉണ്ടല്ലോ. ഇന്നിപ്പോ മൺഡേ അല്ല ആയുള്ളൂ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 ദിവസം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ തന്ന ക്വസ്റ്റ്യൻസും പ്രിന്റഡ് നോട്ടൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. നമുക്ക് ചെറിയൊരു ഒരു 4-5 ക്വസ്റ്റ്യൻ ആണെങ്കിലും മതി. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ തേഴ്സ്ഡേക്ക് എല്ലാവരും പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പർച്ചേസിങ് പ്രൊസീജിയർ അത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒന്ന് പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും നോട്ട് ചെയ്തിടണം. ഈ സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, പർച്ചേസിങ് പ്രൊസീജിയർ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പർച്ചേസ് റിക്വസിഷൻ ആണ്. Received from the user department to the purchasing department. എവിടെന്നാ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മെറ്റീരിയൽസ് ആവശ്യമുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. അപ്പൊ ആരാ റിക്വസിഷൻ വാങ്ങുന്ന ആളാ? ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് റിക്വസിഷൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. എവിടെ നിന്ന്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ തന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ ഡാഷ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിട്ടെ. പർച്ചേസ് റിക്വസിഷൻ ഓക്കെ, വെരി ഗുഡ്. പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ ഡാഷ് എന്നായിരുന്നു. അവിടെ ഓപ്ഷൻസ് ഇതുപോലെ സപ്ലയർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, നൺ ഓഫ് ദ എബോവ്, അങ്ങനെയായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത്. എവിടെന്നാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. It consists of quantity of material, then specification of material, date in which the item should be received. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി, അതിന്റെ മെറ്റീരിയലിന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം അല്ലെ? എത്ര എണ്ണം വേണം, ആ മെറ്റീരിയൽ എത്ര എണ്ണം വേണം, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് ഉള്ളത്, അതിന്റെ സ്പെസിഫിക്കേഷൻ ഏത് മെറ്റീരിയലാണെന്ന് സ്പെസിഫൈ ചെയ്യണം. ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്, അത് നമുക്ക് ആ ഐറ്റം ലഭിക്കേണ്ട തീയതി എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വേണം. ക്വാണ്ടിറ്റി, എത്രത്തോളം മെറ്റീരിയൽ വേണമെന്ന് വേണോ, ഏത് മെറ്റീരിയൽ ആണെന്ന് സ്പെസിഫൈ ചെയ്യണം, ഏത് ടൈമിലേക്ക് നമുക്ക് അത് വേണം എന്നുള്ളത് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിക്വസിഷൻ കൊടുക്കുന്നു. Then B എന്ന് പറഞ്ഞ പർച്ചേസ് എൻക്വയറി ആണ്. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് ഒരു പർച്ചേസ് എൻക്വയറി നടത്തും. പല സപ്ലയർമാരും ഉണ്ടല്ലോ, അതില് സപ്ലയർമാരിലേക്ക് ഒരു പർച്ചേസ് എൻക്വയറി നടത്തും. ഓക്കെ, ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് ഒരു പർച്ചേസ് എൻക്വയറി നടത്തും. ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. ഏതാ അതിന് വേണ്ട, അത് നമുക്ക് ആ ഒരു മെറ്റീരിയൽ എത്താൻ വേണ്ട ടൈം, അതിന്റെ ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് എൻക്വയറി
നടത്തും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് ഒരു പർച്ചേസ് എൻക്വയറി നടത്തും. Then next നോക്കിയേ, സി quotation from supplier. quotations ആണ് ഫ്രം എവിടെ നിന്നാണ്? സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. സപ്ലയറിൽ നിന്ന് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പല പല കൊട്ടേഷൻസ് കൊടുക്കും. അപ്പൊ അത് ആ കൊട്ടേഷൻസ് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ഏതാണ് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അത് ആർക്ക് ഇത് ഓർഡർ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ പല ഇതും കൊട്ടേഷൻസ് കൊടുക്കൂലേ? അപ്പൊ അത് പല കൊട്ടേഷൻസ് നമുക്ക് വരുമ്പോൾ എന്താ അതിൽ ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് കുറവൊക്കെ നോക്കിയിട്ടും വേഗത്തിൽ കിട്ടുന്നതും ഒക്കെ ഏതാ നോക്കി അതാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. പല ബിസിനസ് ഇതിലും കൊട്ടേഷൻസ് വെക്കൂലേ നമ്മള്? അപ്പൊ അതുപോലെ കൊട്ടേഷൻസ് കൊടുക്കാണ് from supplier to the purchase department. അതുകൊണ്ടുള്ള ചെയ്തിട്ട് സപ്ലയറിൽ നിന്ന് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. From supplier to the purchase department. അണ്ടർലൈൻ ചെയ്തിട്ടോ അതെ, from supplier to the purchase department. Next, include the price of material quantity. അതിനകത്ത് ഏതൊക്കെ വേണം? കൊട്ടേഷൻസിൽ ഏതൊക്കെയാ? പ്രൈസ്, ആ മെറ്റീരിയലിന് ഇത്ര പ്രൈസിന് ഞങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് തരാം എന്നുള്ള ഒരു കൊട്ടേഷൻ. അതിനകത്ത് മെറ്റീരിയൽ ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രൈസ് വേണം. അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൊട്ടേഷൻസ് സപ്ലയറിൽ നിന്ന് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡി നോക്കിയേ, comparative statement. Compare the different quotations. അപ്പൊ എന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഈ കൊട്ടേഷൻസ്, അപ്പൊ പല സപ്ലയർമാര് കൊട്ടേഷൻസ് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ കൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യും. അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ട് ഏതാണ്? അത് നമ്മളിപ്പോ ഏതാ നമുക്ക് കുറവിന് കിട്ടുന്നത് എവിടെയാണ്? ഏറ്റവും വേഗത്തിൽ കിട്ടുന്നത് ഏതാണ്? അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ കൊട്ടേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്, പല കൊട്ടേഷൻസ് കമ്പയർ ചെയ്യും. Then purchase order. Okay, purchase order. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ. അപ്പൊ അതിനകത്ത് ചോദിക്കാം, ഹു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ? നോക്കിയേ, the purchase order is a document created by the buyer. അണ്ടർലൈൻ ചെയ്തിട്ടെ, അവിടെ ബോൾഡ് ആക്കി തന്നെ തന്നിട്ടുണ്ട്. Who create purchase order? ആരാ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന? ബയ്യർ, വാങ്ങുന്ന ആള്. നമ്മൾ എന്നിട്ട് ഇത് ഓക്കെ, വെരി ഗുഡ്. വാങ്ങുന്ന ആള് ബയ്യർ ആണ് ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഏതാ കൊട്ടേഷൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും. നമുക്ക് ഏത് സപ്ലയറിന്റെ ആണ് നല്ലത് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ഓർഡർ കൊടുക്കും. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? ബയ്യർ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ആ രണ്ട് സെന്റൻസ് ചോദിക്കാം. Dash is a legal document between purchase department and the supplier. Legal document ഏതാ? Purchase order. The purchase order is a document created by the buyer. Buyer create ചെയ്യുന്നതാണ് ഈ purchase order. And then and serves the purpose of ordering goods from the supplier. ഇതെന്താണ്? നമുക്ക് ആ ഓർഡർ, നമ്മളൊരു സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം, അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡറിന്റെ പർപ്പസ് എന്താ? ഓർഡറിങ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. ആ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ പർച്ചേസ് ഓർഡറിന്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. Every purchase order should contain the correct date. ഇനി ആ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ വേണം? Okay, every purchase order should contain the correct date. എന്നാണ് നമുക്ക് കിട്ടുന്ന, നമുക്ക് കറക്റ്റ് ഡേറ്റ് വേണം. അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലിലേക്കാണ് വേണ്ടേ? ഏത് ഹോസ്പിറ്റലിലേക്കാണ് എത്തിക്കേണ്ടത്? ആ ഹോസ്പിറ്റലിന്റെ അഡ്രസ് വേണം. അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലൈസ്. ഏതൊക്കെയാണ് സപ്ലൈകൾ എന്ന് വേണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ. പ്രൈസ് ഓഫ് ദ ഐറ്റം, ഐറ്റത്തിന്റെ പ്രൈസ്. ഓർഡർ നമ്പർ.
ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏതൊക്കെയാ? ക്യാഷ് ആണോ, ക്രെഡിറ്റ് പർച്ചേസ് ആണോ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇല്ല, അതൊരു കടമായിട്ട് എന്നുള്ളത്. ക്യാഷ് റെഡി ക്യാഷ് പേയ്മെന്റ് ആണോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണോ? ദെൻ മോഡ് ഓഫ് പേയ്മെന്റ്, എങ്ങനെയാണ് ഇനി പേയ്മെന്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ക്യാഷ് ആയിട്ടാണോ, ചെക്ക് ആയിട്ടാണോ, എങ്ങനെയാ? ആൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ പേഴ്സന്റെ അതോറിറ്റിയിൽ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട പേഴ്സന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ്, അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഏതെന്ന് പറഞ്ഞത്? പർച്ചേസ് ഓർഡർ. എന്തൊക്കെ ഉണ്ടാകാം പർച്ചേസ് ഓർഡറിൽ? നോക്കി ഒന്നുകൂടി. should contain the order, purchase order should contain correct date, name and address of the hospital, supplies, description of goods, price of the item, order number, terms and conditions, mode of payment and the signature of the authorized person. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പർച്ചേസ് ഓർഡർ ആരാണ്? ബയ്യർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാങ്ങുന്ന ആള് നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നതാണ് ഈ പർച്ചേസ് ഓർഡർ. ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. അപ്പൊ രണ്ട് ലൈനും അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. Then purchase order is created by the supplier. Buyer created by the buyer. Buyer create ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നോക്കിയേ, ഇൻവോയ്സ് ഓർ ബില്ല്. ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല്. ഈ ബില്ല് പേ ചെയ്യണം അല്ലെ? The invoice is created by the supplier. അണ്ടർലൈൻ ചെയ്തിട്ട്, who create invoice or bill? ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? സപ്ലയർ. സപ്ലയർ ആണ്. സപ്ലയർ അല്ലേ നമുക്ക് ആ ബില്ല് തരുന്നത്. നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ബില്ല്, നമുക്ക് ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ അതിന് ക്യാഷ് പേ ചെയ്യുന്നത്. ആരാണ് ഇവിടെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന? ആരാണ്? ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്തിടാട്ടോ ആ ഒരു ലൈന്. The invoice is created by the supplier. സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. And it shows how much the buyer required to pay for goods bought from the supplier. കൂടാതെ എന്താണ്? സപ്ലയറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ, അതിന് വാങ്ങുന്ന ആൾ എത്ര പണം നൽകണം എന്നുള്ളത് കാണിക്കുന്നതാണ് ബില്ല് അല്ലെ? നമുക്ക് ബില്ല് ഇത്ര രൂപ, ഒരു 10,000 രൂപ ബില്ല് തന്നു. അപ്പൊ നമ്മൾ എന്താ ബില്ലിൽ പറയുന്നത്? നമ്മൾ അത്രയും പൈസ കൊടുക്കണം അല്ലെ? നമ്മള് സപ്ലയറിന് ആ ഒരു സാധനങ്ങൾ, ആ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ തുക, അതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, the invoice is created by the supplier and shows, അതെന്താ കാണിക്കുന്നത്? ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലില് shows how much the buyer required to pay the goods bought from the supplier. സപ്ലയറിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ ആ മെറ്റീരിയൽസ്, അതിന് ബയ്യർ വാങ്ങുന്ന ആള് എത്രമാത്രം പൈസ അല്ലെങ്കിൽ എത്ര പേയ്മെന്റ് കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്നില്ലേ? നിങ്ങൾ സാധനമൊക്കെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാറില്ലേ ഓരോ സാധനങ്ങളൊക്കെ അല്ലേ? അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മള് അപ്പൊ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സപ്ലയർ ആണ്. അതെന്താ? നമ്മൾ കൊടുക്കുന്ന പൈസയല്ലേ അത്? നമ്മൾ എത്രത്തോളം ആ ഒരു മെറ്റീരിയൽ നമുക്ക് തരുമ്പോൾ നമ്മൾ എത്രത്തോളം പൈസ കൊടുക്കണം, അതാണ് അത് കാണിക്കുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നത്. Given by the supplier to the purchase department. ആരാ നൽകുന്നത്? സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും, ബില്ല് കൊടുക്കും. Then when the item is distributed, item അവര് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ബില്ല് കൊടുക്കുന്നു. Given by the supplier to the purchase department. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വീണ്ടും പറയുന്നത്. The invoice given by the supplier to the purchase department. അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു ലൈന്, when the item is distributed. ഐറ്റം വിതരണം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നത്.
the bill are cleared by finance or account department. എന്നിട്ട് ആ ബില്ല് ആരാ അപ്പൊ ക്ലിയർ ചെയ്യുന്നത് ആരാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ബില്ല് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എൻറ്റയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡ് ഇൻടു 3. മൊത്തത്തിൽ നമുക്ക് ഈ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. മൊത്തത്തില് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഷോർട്ട് ആക്കി നമുക്ക് 3ആക്കി തിരിക്കാം. ഏതൊക്കെയാ? പ്രീ പർച്ചേസ് സിസ്റ്റം, പർച്ചേസ് ചെയ്യുന്നതിന് മുന്നുള്ള പ്രീ പർച്ചേസ് സിസ്റ്റം, ദെൻ ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്ന ഏതൊക്കെയാ? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ്. അതൊന്ന് കറക്റ്റ് ചെയ്തേതാ? റിസീവിംഗ് എന്നാണ് കേട്ടോ. RECEIVING. റിസീവിംഗ് ദ കൊട്ടേഷൻസ്, കൊട്ടേഷൻ റിസീവ് ചെയ്യുന്നത്, ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം പ്രീ പർച്ചേസ് സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാ? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ് ദ കൊട്ടേഷൻ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. Then ordering the system ഏതാ? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. Then പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ ഫോളോ അപ്പുകൾ അതിനകത്ത് ഓർഡറിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ദെൻ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിംഗിന് ശേഷമുള്ളത് എന്തൊക്കെയാ? റിസീവിംഗ് ദ മെറ്റീരിയൽ, മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു, അത് ഇൻസ്പെക്ഷൻ, പരിശോധന, ഇൻസ്പെക്ഷൻ നടത്തുന്നു, ആൻഡ് പേയ്മെന്റ് ഓഫ് ദ ബില്ല് പേയ്മെന്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തന്നു എന്നുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? അത് 3ഉം. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാ വരുന്നത്? ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്താണ്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിംഗിന് ശേഷം എന്തൊക്കെയാണ്? നമ്മൾ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു, അത് ഇൻസ്പെക്ഷൻ നടത്തുന്നു, ബില്ല് പേയ്മെന്റ് ചെയ്യുന്നു. പേയ്മെന്റ് ഓഫ് ബിൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതൊന്ന് ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെക്കണം അവിടെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്ക് വളരെ വില പിടിപ്പിച്ചുള്ള കാര്യങ്ങൾ, സ്ഥിര ആസ്തികളെയാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. വെച്ചാൽ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വാങ്ങുന്നത് അതല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന കാര്യമല്ല. നമ്മളിപ്പോ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ അത് കുറെ നാള് നമുക്ക് ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്ത് വാങ്ങുന്ന കാര്യമല്ല, ഒരു വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന എക്യുപ്മെന്റ്സുകളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ച് ആ പ്രിന്റ് നോട്ടിന്റെ മുകളിൽ ഇത്തിരി സ്പേസ് ഇല്ലേ, അവിടെ തന്നെ എഴുതി വെച്ചാൽ മതി. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ലോങ് ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ് കുറെ നാള് നിൽക്കുന്നതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, അതുപോലെ എക്സ്പെൻസീവ് ആണ്, വളരെ വില പിടിച്ച എക്യുപ്മെന്റ്സുകളാണ്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ് that is used to diagnose, DIAGNOS, diagnose, monitor, MONITOR, monitor or treat patients. ഡയഗ്നോസ് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഒക്കെ ട്രീറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടി ഉള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് എക്യുപ്മെന്റിനെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ് that is used to diagnose, monitor or treat patient. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിൽ നമ്മൾ പഠിച്ചതാണ്. റേഡിയോളജിയിൽ അൾട്രാസൗണ്ട്, MRI, CT സ്കാന്, എക്സ്റേ, ഇതൊക്കെ ഏതാണ്? ഈ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. ഇതൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിലാണ്. എപ്പോഴും നമ്മൾ വാങ്ങണോ സ്കാനറും കാര്യങ്ങളൊക്കെ? ഒരു പ്രാവശ്യം ലാസ്റ്റ് എന്താണോ? ലാസ്റ്റ് എന്താ? ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ് that is used to diagnose,
monitor or treat, T-R-E-A-T, treat patients. Okay, ഇതാണ് capital equipment എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മേഘ? ഓക്കെ. അപ്പൊ അതിനകത്ത് വരുന്ന ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ CT സ്കാൻ, MRI സ്കാന്, എക്സ്റേ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ട് മെഷീൻസ്, വെന്റിലേറ്റർ, ഡയാലിസിസ് മെഷീൻ, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു ആസ്തിയാണ്. അത് ഒരു വലിയ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ്സുകൾ. അത്രയും വിചാരിച്ചാൽ മതി നിങ്ങൾ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല, എപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങണ്ട, ഇടയ്ക്ക് വാങ്ങുന്ന ഒരു എക്യുപ്മെന്റ് അല്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ്. എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞ MRI സ്കാനേഴ്സ്, പിന്നെ എക്സ്റേ, ഡയാലിസിസ് മെഷീൻ, വെന്റിലേറ്റർ, ഇതൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്തോ കേട്ടോ. ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. വെന്റിലേറ്റർ വരും, ഡയാലിസിസ് മെഷീൻ വരും, എക്സ്റേ വരും, എക്സ്റേ മെഷീൻ വരും, MRI മെഷീൻ, അൾട്രാസൗണ്ട്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കി, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപം. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, അത് ആവർത്തിക്കാത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ലാതെ. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, ആവർത്തിക്കാത്ത പർച്ചേസ്. ഇപ്പൊ എല്ലാ മാസവും വാങ്ങണ്ട, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ്. ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. Include the major operations of the hospital. Then, in case of finance or accounting terms, capital equipment is called the fixed asset. സ്ഥിര ആസ്തികൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടേമിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഫിക്സ്ഡ് അസറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. ASSET, ആസ്തി. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, ഓക്കെ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ നമുക്ക് 5 പോയിന്റ് ആയിട്ട് നമുക്ക് തിരിച്ച് പറയാം. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, ഇതൊന്നൊക്കെ ഒന്ന് വെറുതെ വായിച്ചു പോയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിന് നമ്മൾ മൊത്തത്തിൽ 5 ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നതാണ്, 5 പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന് വേണ്ടിയുള്ള പ്ലാനിങ്. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുക, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. Then 3, മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, മെയിന്റനൻസ്, ഉപകരണങ്ങളുടെ പരിപാലനം, മെയിന്റനൻസുകൾ. Then യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളുടെ യൂട്ടിലൈസേഷൻ, ഉപയോഗം. Then ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ തള്ളിക്കളയുക, അല്ലെങ്കിൽ അത് നിരസിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഡിസ്കാർഡിംഗ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സിന്റെ നിരസിക്കൽ, അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കളയുമല്ലോ, അതാണ് സ്ക്രാപ്പ് ആയിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. തള്ളിക്കളയുക, ഉപേക്ഷിക്കുക, നിരസിക്കുക എന്നുള്ളതൊക്കെയാണ് ഡിസ്കാർഡ് എന്നുള്ള മീനിങ്. ഇതെല്ലാം ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്നതാണ്. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. 5 പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് വീണ്ടും എന്താ പറയാ, അതിന് തന്നെ ഒന്നുകൂടി അവര് പറഞ്ഞേക്കുന്നതാണ്. അതൊക്കെ നമുക്കൊന്ന് വായിച്ചു പോകാം. ഓക്കെ, പ്ലാനിങ് ദ എക്യുപ്മെന്റ്. ഫസ്റ്റ് പോയിന്റ്, ആ 5 പോയിന്റ്സിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുവാണ്. ഓക്കെ, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
planning for the equipment. To choose the alternative and select the best one. Important point is felt needed. അപ്പൊ എന്താ പല മാർഗങ്ങളിലൂടെ നമ്മൾ മികച്ചത് ബെസ്റ്റ് വൺ തിരഞ്ഞെടുക്കും. അതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആസൂത്രണം, എക്യുപ്മെന്റ്സിനായിട്ടുള്ള ആസൂത്രണം. ഏത് എക്യുപ്മെന്റ് വേണം, അല്ലെങ്കിൽ അതിനൊരു പ്ലാനിങ് വേണം, ഒരു പദ്ധതി വേണമല്ലോ നമുക്ക്. പ്ലാൻ ചെയ്യണം. അതെന്താ? ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. അത് ഓൾട്ടർനേറ്റീവ് പല മാർഗങ്ങളിലൂടെ ബെസ്റ്റ് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തു. Then purchasing an equipment. രണ്ടാമത്തെ പോയിന്റ് പർച്ചേസിംഗ് ആൻ എക്യുപ്മെന്റ് ആണ്. അതിന് നമ്മൾ 9 മേജർ സ്റ്റെപ്സ് പറയുന്നുണ്ട്. 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വെച്ചാൽ നമ്മൾ സ്ഥിര ആസ്തികൾ, വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെയല്ലേ, വളരെ വില കൂടിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി എന്താ പറയാ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. വില കുറവാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇത് പറ്റിയാലും നമ്മൾ പറയാം സാരില്ല പോട്ടെ, ചെറിയൊരു എമൗണ്ട് അല്ലേ. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഒരു 10 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും വേണ്ട. നമ്മളിപ്പോ പറയും കുഴപ്പമില്ല 10 രൂപയല്ലേ എന്നുള്ളൊരു മൈൻഡിൽ എടുക്കും. എന്നാൽ നമ്മൾ ഒരു 10,000 രൂപയുടെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20,000 രൂപയുടെ ഒരു സാധനമൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കും അല്ലേ. നമ്മൾ ഒന്നുകൂടി അത് ഏകദേശം നമ്മളത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആ ഒരു ഇത് തന്നെയാണ് ഇത് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ വളരെ കൊടുത്ത് വാങ്ങേണ്ട എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളും അവിടെ കൊടുക്കണം. അതെല്ലാത്തിനും പ്ലാനിങ്ങിലും എല്ലാത്തിനും ആ ഒരു ഇത് നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കണം അവിടെ. ഓക്കെ, 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഡിമാൻഡ് മുൻകൂട്ടി കാണുക. അപ്പത്തെ ഡിമാൻഡ് എന്താണ്? ആ ഡിമാൻഡ് മുൻകൂട്ടി കാണുക. സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി ആ ഫണ്ട് വേണം അല്ലെ, ഫണ്ടിന്റെ സോഴ്സ് നോക്കണം. ഇത്രയും വലിയ വില ഫണ്ട് കൂടുതൽ വേണ്ടേ? വില പിടിച്ചുള്ള മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ട് വേണം. അപ്പൊ അതിന്റെ ഉറവിടം എവിടെയാ? ലോൺ ആണോ? ലോൺസ്. ഡിപ്രിസിയേഷൻ ഫണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ ആസ്തികളൊക്കെ വാങ്ങാൻ കമ്പനിക്ക് ലഭ്യമായ തുകയാണ് ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഒരു പുതിയ എന്തെങ്കിലും അസറ്റുകളൊക്കെ വാങ്ങാൻ, പുതിയ ആസ്തികൾ വാങ്ങാൻ കമ്പനിക്ക് ലഭ്യമായ തുക, ഡിപ്രിസിയേഷൻ ഫണ്ട്. ദെൻ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ആശുപത്രി സംഭരിക്കുന്ന ലാഭം. അതൊക്കെ ഫണ്ടിന്റെ സോഴ്സ് ആണ് കേട്ടോ, ഉറവിടാണ്. ആശുപത്രി അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്, ലാഭം. സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഫണ്ട്. ഇതെല്ലാം സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നതാണ്. ലോൺസ് ആവാം, ഡിപ്രിസിയേഷൻ ഫണ്ട് ആവാം, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആവാം, സ്പെസിഫിക് പർപ്പസ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടുകളാകാം. ഇതെല്ലാം ഫണ്ടിന്റെ ഒരു ഉറവിടാണ്. ദെൻ ഡിസിഷൻ മേക്കേഴ്സ്. ഇനി അതിന്റെ തീരുമാനം എടുക്കുന്നത് ആരൊക്കെയാ? ഇതിപ്പോ നമ്മൾ വാങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ അതിന്റെ ഉള്ള തീരുമാനം എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇവരൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നത്. ഓക്കെ, ടോപ്പ് മാനേജ്മെന്റ് വരാം, അഡ്മിനിസ്ട്രേഷൻ വരാം, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, മെറ്റീരിയൽസ് മാനേജർ വരാം, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇതൊക്കെ ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നതാണ്. അടുത്ത സപ്ലയേഴ്സ്, വിതരണക്കാര്, സപ്ലയറുകള്.
ഇപ്പൊ കേൾക്കുന്നില്ലേ? നെറ്റ് എന്തോ കട്ടായതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പൊ കേൾക്കാം. അത് നെറ്റ് എന്തോ കട്ടായി പോയതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഡിസിഷൻ മേക്കേഴ്സ് അപ്പൊ ആരൊക്കെയാണ് തീരുമാനം എടുക്കുന്ന? ആരൊക്കെയാ? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ. ദെൻ സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ നോക്കിയേ, കാണാമോ? യെസ്. ഓക്കെ. നമ്മള് നമ്മള് ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഞാൻ അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയി. നോക്കിയേ, 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിങ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് പറയുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിലപിടിച്ച സാധനങ്ങളാണ്, വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ലേ? ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മളൊരു 10,000 രൂപയുടെ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കും അല്ലെ? ഒരു എന്താ പറയാ, ഒരു 100-500 രൂപയുടെ അല്ലെങ്കിൽ 100-100 രൂപയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്ര ഇത് കൊടുക്കില്ല. അപ്പൊ നമ്മളെന്താ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി എന്താ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, കെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മള് എന്താ പറയാ ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന 9 സ്റ്റെപ്സ്? ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്. ആദ്യം എന്താണ്? ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു. ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണുക, ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു. ഇനി അടുത്ത് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് നോക്കും. നമുക്ക് അതിന്റെ ഫണ്ട്, ആ മെറ്റീരിയൽസിന് കൊടുക്കാനുള്ള ഫണ്ട് ലോൺസ് ആണോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഫണ്ട്? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഹോസ്പിറ്റല് പുതിയ ആസ്തികൾ വാങ്ങാൻ, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട്, അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ദെൻ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഹോസ്പിറ്റലിലുള്ള ആശുപത്രി സംഭരിക്കുന്ന ലാഭം, പ്രോഫിറ്റ്. ദെൻ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഫണ്ട്. ദെൻ ഇതൊക്കെ ഏതാണ്? സോഴ്സ് ഓഫ് ഫണ്ടിലും വരുന്നതാണ്. അത് ഏതാണെന്ന് അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സോഴ്സ് ഓഫ് ഫണ്ടുകൾ ഏതൊക്കെയാന്നുള്ളത്: ലോൺസ്, ഡിപ്രിസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഇനി ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇതൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഫോർത്ത് വൺ പറഞ്ഞ സപ്ലയറുകൾ, വിതരണക്കാര്, സപ്ലയേഴ്സിനെ നോക്കണം. ദെൻ അടുത്ത 5ാമത്തെ പോയിന്റ് ഇൻഫർമേഷൻ ജനറേഷൻ. ഇൻഫർമേഷൻ ഗോട്ട് ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. നമ്മള് ഈ എക്സ്പേർട്ടിൽ നിന്നും അത് കൈകാര്യം ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷൻസ്. ദെൻ ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ? അടുത്ത് നോക്കി 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നോക്കണം. ഇൻസ്ട്രുമെന്റ് നമ്മുടെ സ്ഥാപനത്തിന്, ഇൻസ്റ്റിറ്റ്യൂഷന് അത് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നോക്കണം. അത് നമുക്ക് ആവശ്യമുള്ളത് മേടിച്ചാൽ മതിയല്ലോ, അത്രയും വില കൊടുത്ത് വാങ്ങണതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഹെൽപ്ഫുൾ ആണോ? ദെൻ കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. കൊട്ടേഷൻസ് പല കൊട്ടേഷൻസ് ഉണ്ടാക്കും, അതിന്റെ കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദെൻ ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ ടൂളുകൾ. Then 9th one purchase. Then അടുത്ത 10th one ഇൻസ്റ്റലേഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് നമ്മൾ എന്താ പറയാ, യന്ത്രോപകരണങ്ങൾ സ്ഥാപിക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ഏതൊക്കെയാ? AC for some equipment. എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ അത്.
സം എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റ്സിൽ AC റൂമിൽ വേണം, AC വേണം, അതിനുള്ള AC ഫോർ സം എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റ്സിനായിട്ടുള്ള AC, space of റൂമിന്റെ സ്പേസ്, then protective measures like a rough wall for X-ray room. X-ray റൂമിന്റെ എക്സ്റേ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് X-ray റൂം അതിന്റെ വാള് ഫിറ്റ്, അതിന് നല്ല കട്ടി വേണമെന്ന് പറഞ്ഞു അല്ലെ. എന്നുവെച്ചാൽ ഈ എക്സ്റേയില് അതൊക്കെ നമ്മൾ പുറത്തേക്ക് പെൻട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എക്സ്റേ വാള്, റഫ് വാള്, നമ്മുടെ കട്ടിയുള്ള റഫ് വാളായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ അതുപോലെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എക്സ്റേ റൂം, ഇതൊക്കെ ഇൻസ്റ്റലേഷൻ, അത് ആ യന്ത്രോപകരണങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. AC ഫോർ സം എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റ്സിനായിട്ടുള്ള AC വേണം. സ്പേസ് ഓഫ് ദ റൂമിന്, അത് ആ എക്യുപ്മെന്റ് അത് മെറ്റീരിയൽ വെക്കാനുള്ള സ്പേസ് വേണം. ദെൻ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾ ഫോർ എക്സ്റേ റൂം, എക്സ്റേ റൂമിലുള്ള റഫ് വാൾ പോലെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും വേണം. അപ്പൊ അത് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. സി എന്ന് പറഞ്ഞ മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. നമ്മൾ അതിന്റെ ഓരോ ഇതിനകത്ത് പറഞ്ഞു പോവാട്ടോ. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്ന ആ 5 പോയിന്റ് പറഞ്ഞില്ലേ, അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആണ് നോക്കുന്നത്. മൂന്നാമത്തെ മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ കൈകാര്യം, മെയിൻ്റെനൻസ്. Scientific approach to restrain the breakdown of an equipment is called the maintenance. Restrain എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അതിന്റെ മുകളിലൊന്നും അറിയില്ലാത്ത ഒരു മീനിങ് ഒന്ന് എഴുതി വെക്കുക. കൺട്രോൾ ചെയ്യാതെ തടയുക. ഒരു ഉപകരണത്തിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആവുക, നമ്മള് ചീത്തയായി പോകുക അല്ലെ, അത് തകരുന്നത് തടയുന്ന ഒരു സയന്റിഫിക് അപ്രോച്ച്, ഒരു ശാസ്ത്രീയ സമീപനത്തെയാണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് സയന്റിഫിക് അപ്രോച്ച് ടു റീസ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റെനൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, മെയിൻ്റെനൻസ് എന്നുള്ളത്. നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യാറില്ലേ, ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാറില്ലേ. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചില മെഷീൻസുകളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യും. എന്തിനാ? നമ്മളത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ സർവീസിന് കൊടുക്കും, സർവീസ് ചെയ്യാൻ കൊടുക്കും. ഇപ്പൊ കാറ്, ബൈക്ക് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഇടയ്ക്കൊന്ന് സർവീസിന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഷീൻസുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? അത് കുറച്ചും കൂടി നാള് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അങ്ങനെ സർവീസിന് കൊടുക്കും. അതൊക്കെ എന്തിനു? ഇതൊരു സയന്റിഫിക് അപ്രോച്ച്, അതായത് ശാസ്ത്രീയമായ സമീപനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ. അതിനെയാണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാറില്ലേ? എന്തിനു വേണ്ടിയാ? അത് ചീത്തയാവാതിരിക്കാൻ അല്ലെ, ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശാസ്ത്രീയമായ സമീപനമാണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. സെന്റൻസ് നോക്കിയേ. Scientific approach to restrain the breakdown of an equipment is called maintenance. Clear ആണോ? Okay, clear അല്ലേ മെയിൻ്റെനൻസ്? ഓക്കെ, അത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രിവെന്റീവ് ഓർ ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാം പ്രിവെന്റീവ്. ദെൻ ഡിറ്റക്റ്റീവ്. അടുത്തൊക്കെ ഡിറ്റക്റ്റീവ്, നമ്മൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം, മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാം. ദെൻ ബ്രേക്ക് ഡൗൺ, ചീത്തയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ്റെനൻസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 3 എണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയ പ്രിവെന്റീവ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? തടയാൻ വേണ്ടിയിട്ട്, അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഡൺ പീരിയോഡിക്കലി, അത് ഡൺ ആണ് കേട്ടോ. DONE, ഒരു E അവിടെ എഴുതി ചേർത്തേക്കുക. ഡൺ. ഡൺ പീരിയോഡിക്കലി. എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന, പീരിയോഡിക്കലി ചെയ്യുന്നതാണ്. ഇപ്പൊ എല്ലാ വർഷവും, ഓരോ വർഷം കൂടി അല്ലെങ്കിൽ 2 വർഷം കൂടി ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഈ പ്രിവെന്റീവ് എന്ന് പറയുന്നത്. ഓർ ഷെഡ്യൂൾഡ്, അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ എല്ലാ വർഷവും ഇത് എന്താ പറയാ, മെയിൻ്റെനൻസ് വർക്കിന് മെയിൻ്റെനൻസ് ചെയ്യാം. അങ്ങനെ ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ ഓർ 2. അവിടെ ഒരു ഓർന്നും കൂടി ചേർക്കാം. 1 or 2 വർഷത്തിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാം.
once in a year or two, ഒരു വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാം. അതൊരു പീരിയോഡിക്കലി ചെയ്യുന്നതാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും ഒക്കെ നമുക്ക് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാം. രണ്ടാമത്തെ ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി. ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഇപ്പൊ എന്തെങ്കിലും ഒരു ചീത്തയായി, അപ്പൊ അതിന്റെ എന്താ പ്രത്യേകിച്ച്, അതിന്റെ പ്രത്യേക പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം, ഒരു പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പൊ സ്റ്റിച്ചിങ് മെഷീൻ ആണ്, തയ്യൽ മെഷീൻ ഒക്കെ ഉള്ളവരുണ്ടോ? അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നൂലൊക്കെ പൊട്ടും അല്ലെ, നൂല് പെട്ടെന്ന് പൊട്ടി പോവുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ശരിയല്ല, കാണി അതിന്റെ ശരിയല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ നമ്മൾ നോക്കുമ്പോ അതാണ് അതിന്റെ പ്രശ്നം. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, ചിലപ്പോ സ്റ്റിച്ചിങ് കറക്റ്റ് ആവൂല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അപ്പൊ നമ്മൾ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ നമ്മൾ പറയും എന്താ കാര്യം, മൊത്തം ചീത്തയായതല്ലല്ലോ, അപ്പൊ അതിന്റെ പർട്ടിക്കുലർ ഒരു പ്രശ്നമാണ്, അതിന് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്. അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ പറയും അതിന്റെ സ്റ്റിച്ച് ശരിയാവുന്നില്ല അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് പ്രോപ്പർ ആയിട്ട് ചവിട്ടുമ്പോ ഇതുണ്ട്, അല്ലെങ്കിൽ കറങ്ങുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ഇപ്പൊ വാഷിംഗ് മെഷീന് അതാണെങ്കിൽ ഞാൻ മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ഓട്ടോമാറ്റിക് അല്ലാത്ത ഇതാണ്, നമ്മള് ഇതൊക്കെയാണ് സിംഗിൾ മെഷീൻ, ഇതൊക്കെയാണെങ്കിൽ 2 ഇത് ഡ്രയറും നമ്മൾ അലക്കുന്നത് വേറെ വേറെ ആയിരിക്കുമല്ലോ. ചിലപ്പോ അത് ഡ്രയറിനായിരിക്കും കംപ്ലൈന്റ്, ചിലപ്പോ അലക്കലോ ഓൾറെഡി കുഴപ്പമുണ്ടാവില്ല. രണ്ടും കൂടി ഉള്ളതാട്ടോ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അല്ലെങ്കിൽ ചിലത് അലക്കാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോ ഡ്രയർ ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രശ്നം കണ്ടുപിടിക്കാൻ, അതാണ് ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്നത്. ഫുള്ള് മെഷീൻ ചീത്തയാന്ന് പറഞ്ഞല്ലല്ലോ നമ്മൾ നന്നാക്കാൻ കൊടുക്കുന്നേ. മെയിൻ്റെനൻസ് വർക്കിന് കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഇത് വാഷിംഗ് ഒക്കെ ഓക്കെ ആണ്, പക്ഷെ ഡ്രയർ വർക്ക് ആവുന്നില്ല, അങ്ങനെയല്ലേ നമ്മൾ പറയുക. ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം, ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി. നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ ഏതാണ്? ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫുള്ള് ചീത്തയായിട്ട് മെഷീൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, വാഷിംഗ് മെഷീൻ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, സ്വിച്ച് ഇട്ടാലും വർക്ക് ചെയ്യുന്നില്ല, ഡ്രയറും വർക്ക് ചെയ്യുന്നില്ല, വാഷിങ്ങും അതും നടക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ബ്രേക്ക് ഡൗൺ. ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്, അത് വർക്ക് ചെയ്യുന്നില്ല. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, ഐഡിയൽ ടൈംസ് ആൻഡ് കോസ്റ്റ് ഹൈ. നോക്കി ആ പ്രവർത്തനം ഇവിടെ പൂർത്തിയാകുന്നില്ല, അതിന് കോസ്റ്റ് എങ്ങനെയാ? നമ്മളൊരു പ്രത്യേക പ്രശ്നം പറഞ്ഞ് നന്നാക്കാൻ കൊടുക്കുമ്പോ അത്രയും പൈസ ആവില്ല അല്ലെ, കോസ്റ്റ് കുറവായിരിക്കും. എന്നാൽ ഫുള്ള് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് നന്നാക്കി നമുക്ക് അത് കിട്ടുമ്പോ അത് കോസ്റ്റ് കൂടുതലല്ലേ, ടൈമും കൂടുതലെടുക്കും. ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അവര് വേഗം അത് ശരിയാക്കി തരും, കുറച്ച് പൈസയും മതി. എന്നാൽ ഫുള്ള് ചീത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ വേണ്ടി വരും അത് നന്നാക്കി എടുക്കാനായിട്ട്. പിന്നെ അതുകൊണ്ട് കോസ്റ്റും കൂടൂലേ, ഫുള്ള് ചീത്തയായി കഴിയുമ്പോൾ നന്നാക്കുമ്പോ ഒരു ചെറിയ പ്രശ്നം നന്നാക്കുന്നതിനേക്കാളും എന്താണ് കോസ്റ്റും കൂടുതലായിരിക്കും. അത് മൂന്നും ക്ലിയർ ആയോ നോക്കിയേ. മെയിൻ്റെനൻസ് വരുന്ന പ്രിവെന്റീവ്, ഡിക്റ്റേറ്റീവ്, ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ചീത്തയാവുകയാണ്. ദെൻ ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്, വർക്ക് ചെയ്യുന്നില്ല. അവിടെ ടൈമും കോസ്റ്റും കൂടുതലായിരിക്കും. ടൈം ആൻഡ് കോസ്റ്റ് ഹൈ, നന്നാക്കാൻ കുറെ സമയം എടുക്കും, അതിന്റെ കോസ്റ്റും കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ. Shortage of proper and sufficient maintenance in a hospital will finally lead to shortage. ആശുപത്രിയില് ഹോസ്പിറ്റൽസില് ശരിയായതും അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് അത് ചെയ്തില്ലെങ്കിൽ ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു ഷോർട്ടേജ് പറഞ്ഞിരുന്നത്. അത് പ്രോപ്പർ ആയിട്ട് മെഷീൻസുകളൊക്കെ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തിലേക്കൊക്കെ നയിക്കാം, അത് എന്തിനൊക്കെ കാരണമാകാം. ചിലര് നമ്മളാണെങ്കിലും ചിലപ്പോൾ മാക്സിമം അത് പോട്ടെ എന്ന് വിചാരിക്കും അല്ലെ. ചില കാര്യങ്ങളൊന്നും ചെറിയ ആദ്യം കംപ്ലൈന്റ് വരുമ്പോൾ നന്നാക്കാൻ കൂട്ടാക്കൂല, അല്ലെങ്കിൽ അങ്ങനെ മാക്സിമം പോകും നമ്മൾ. അതുകൊണ്ട് അത് ഒട്ടും വയ്യാതെ ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് നന്നാകാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഷോർട്ടേജുകളാണ് സംഭവിക്കുന്നത്. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാട്ടോ. അവിടുത്തെ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ല, നമുക്ക് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. അതുകൊണ്ട് അവിടെ ഷോർട്ടേജ് ഒന്നും ഇല്ല, അവരെല്ലാം ഓൾറെഡി അഡ്വാൻറ്റേജ്, അവരെല്ലാവരും എന്താ പറയാ
എല്ലാം ചെക്ക് ചെയ്തും പ്രോപ്പർ മെയിൻറ്റെയിൻസ് ചെയ്തും എല്ലാം ക്ലിയർ ആണ്. ഇനി അഥവാ നമ്മൾ എന്താ പറയാ അത് അങ്ങനെ സഫിഷ്യന്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് അതിന്റെ ഷോർട്ടേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തിലേക്കൊക്കെ നയിക്കാം. ഓക്കെ, എന്തൊക്കെ വരാം? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. പേഷ്യൻസിന്റെ റിസ്ക് വരൂലേ, പേഷ്യൻസിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി അത് പ്രശ്നമാകും. നമ്മളിപ്പോ ഒരു സ്കാൻ ചെയ്യുന്നതിന്നോ സ്കാനർ മെഷീൻ ശരിയല്ല, അപ്പൊ എന്താ പറയാ അത് എടുക്കുന്ന ഇത് കറക്റ്റ് ആവോ, അത് ക്ലിയർ ആവണമെന്നില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന് റിസ്ക് ആണ്, അത് അപകട സാധ്യത കൂടും. റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. ഹൈജീൻ പ്രശ്നം ഉണ്ടാവും മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ. പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽസില് ഈ മെഷീൻസുകളൊക്കെ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തിനൊക്കെ കാരണമാകാം? ഒന്നാമത്തെ എന്താ? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. സേഫ്റ്റി, സെക്യൂരിറ്റി, സുരക്ഷിതത ഒക്കെ അതിന് അപകടകരമാണ് പേഷ്യൻസിന്റെ. ഹൈജീനിക് ആയിട്ടും റിസ്ക് ഉണ്ട്. രണ്ടാമത്തെ നോക്കിയേ, ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓണിംഗ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ് ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ. ഓക്കെ, നഷ്ടം നമുക്ക് ഹോസ്പിറ്റലിന് അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം, അതാണ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം. റവന്യൂ മോർണിംഗ് ടു ഫെയിലിയർ, അത് നമ്മള് ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ. നമുക്ക് നോക്കിയേ, നമ്മളത് ഉപയോഗിക്കാതിരിക്കുമ്പോ നഷ്ടം വരും. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയാണ്, ഹോസ്പിറ്റലില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ്, കുറച്ച് നാളായിട്ട് അത് ശരിയാക്കിയിട്ടില്ല. അപ്പൊ അവിടെ ഉപയോഗിക്കാൻ എക്സ്റേ എടുക്കാൻ പറയുമ്പോ അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോ മെഷീൻ അത് കറക്റ്റ് അല്ലെങ്കിൽ അവര് പുറത്തു പോയി എക്സ്റേ എടുക്കും അല്ലെ. പുറത്ത് വേറെ ഇഷ്ടംപോലെ ലാബുകൾ കാര്യങ്ങളുണ്ട്, അവിടെ പോയി എന്താ പറയാ റേഡിയോളജി റൂമുകളുണ്ട് അല്ലെ. അപ്പൊ പല സെന്റേഴ്സ് ഉണ്ട്, സ്കാനിങ് സെന്റേഴ്സ് അതൊക്കെ ഉണ്ട്. അവിടെ പോയി അവരത് ഇപ്പൊ എക്സ്റേ എടുത്തിട്ട് വരും. അപ്പൊ നോക്കി അത് ഉപയോഗിക്കാതിരിക്കുമ്പോ ഹോസ്പിറ്റലിന് നഷ്ടല്ലേ അല്ലേ? ആ ഒരു എക്സ്റേ മെഷീന് അത് ചീത്തയായി അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഹോസ്പിറ്റലിന് നഷ്ടം വരാം. ക്ലിയർ ആയോ? പിന്നെ ആ മെഷീൻ നന്നാക്കണ വരെ അവിടെ അടച്ചിടണ്ടേ? പിന്നെ അത് ഓപ്പൺ ചെയ്ത് വെക്കാമോ? ചില സ്ഥലങ്ങൾ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അടച്ചിടണം. പിന്നെ ആ മെഷീൻ നന്നാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട്, ഇപ്പൊ ഡയാലിസിസ് മെഷീനാന്ന് വിചാരിക്കുക കേടായത്, അപ്പൊ നമ്മൾ ഡയാലിസിസ് ചെയ്യാനായിട്ട് വരുന്ന പേഷ്യൻസിന് അവിടെ പറ്റില്ല. അപ്പൊ അവിടെ ഔട്ട് പേഷ്യൻസ് ഡയാലിസിസ് സെന്ററിലേക്ക് അവർക്ക് പോകട്ടെ, വേറെ സ്ഥലങ്ങളിൽ ചെയ്യും. അപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ അപ്പൊ അത് ആ ഹോസ്പിറ്റലിന് നഷ്ടമല്ലേ? അപ്പൊ അതുവരെ ആ ഡയാലിസിസ് മെഷീന് അത് നന്നാക്കുന്ന വരെ എന്ത് ചെയ്യണം? അത് അടച്ചിടണം അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ അടച്ചിടണം. അപ്പോഴും ഹോസ്പിറ്റലിന് നഷ്ടം വരൂലേ അല്ലെ? അതായത് ആ മെഷീൻ നന്നാക്കുന്നത് വരെ ഹോസ്പിറ്റലിൽ അവിടെ അടച്ചിടേണ്ടി വരാം. അപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്ന നഷ്ടം അതാണ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ. റിപ്പയറിന് വേണ്ടിയിട്ട് ആ ഏരിയ അടച്ചിടുമ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന നഷ്ടം. പിന്നെ നോക്കിയേ, ലോസ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, നല്ല ഇഷ്ടം, ഹോസ്പിറ്റലിനോടുള്ള ഗുഡ് വില്ല് അതിന് നഷ്ടം വരൂലേ? ആ ഒരു ഇഷ്ടം പോകൂലേ? നമ്മൾ ചെല്ലാണ്, ഓ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ഡയാലിസിസ് അത് മെഷീൻ കേടായിരുന്നു, അവിടെ ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴും ഇങ്ങനെ പറയാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനോടുള്ള ഒരു മതിപ്പ്, നമുക്ക് ആ ഒരു ഇഷ്ടം നഷ്ടപ്പെടും അല്ലെ? നമ്മൾ പറയും അവിടെ ചെന്നിട്ട് കാര്യമില്ല, അവിടെ ചെന്നിട്ട് ആ മെഷീൻ കുറെ നാളായി അവിടെ ചിത്തയിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല, പുറമെ ചെയ്യണം. ആ ഒരു മൈൻഡ് പേഷ്യൻസിന് വരും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിനോടുള്ള ഇഷ്ടം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന്റെ എന്തിനു ഉണ്ടാവുന്ന ഓണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. കാര്യക്ഷമതയില്ലായ്മയും നിലവാര തകർച്ചയും കാരണം സ്റ്റാൻഡേർഡ് ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ തകരുക. സ്റ്റാൻഡേർഡ്, ആ ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയില്ലേ, അതിന് ഒരു തകരുന്നതും കാര്യക്ഷമതയില്ലായ്മയും കാരണം ഹോസ്പിറ്റലിനോടുള്ള ഒരു ഗുഡ് വില്ല് അത് നഷ്ടപ്പെടാം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. വസ്തുവകകളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ ആയുസ് കുറയാം. കുറെ നാൾ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിന്റെ ആയുസ് കുറയൂലേ അല്ലെ? നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ്
അത് നമ്മൾ കുറെ കാലം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറെ നാളായിട്ട് കംപ്ലൈന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ആയുസ് കുറയും. ഇതാണ് നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ക്ലിയർ ആയോ നോക്കി? ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? 4 പോയിന്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പേഷ്യൻസിന് സേഫ്റ്റി, സെക്യൂരിറ്റി, ഹൈജീനിക്കിലൊക്കെ അപകടം വരാം. പിന്നെ നമ്മൾ അതിന്റെ നമ്മൾ അടച്ചിടുന്നത് മൂലം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഹോസ്പിറ്റലിന് നഷ്ടം വരാം. പിന്നെ നമ്മൾ അങ്ങനെ അടച്ചിടുമ്പോഴൊക്കെ നമ്മൾ അതിന്റെ കാര്യക്ഷമത ഇല്ലായ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന്റെ തകർച്ചയൊക്കെ കാരണം നമുക്ക് ഹോസ്പിറ്റലിനോടുള്ള ഗുഡ്വില്ല, ആ ഒരു ഇഷ്ടം, അത് നഷ്ടം വരാം. പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ ആ ലൈഫ്, അതിന്റെ ആയുസ് കുറയാം. നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഇതിന്റെ അടുത്തത് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ മസ്റ്റ് ബി ഡൺ ബൈ, എങ്ങനെ ചെയ്യാം? എന്ത് വഴി? പ്രോപ്പർ ഇൻസ്റ്റലേഷൻ. പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ഇൻസ്റ്റോൾ ചെയ്യാം. അപ് കീപ്പിംഗ് ആൻഡ് റിപ്പയർ, സൂക്ഷിക്കലും, അപ് കീപ്പിംഗ് സൂക്ഷിക്കലും അതുപോലെ തന്നെ റിപ്പയറിങ് നന്നായിട്ട് കെയർ ചെയ്യാം. നമ്മൾ അങ്ങനെയല്ല എല്ലാം ഇതും എക്യുപ്മെന്റ്സുകൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്കത് കെയർ ചെയ്യണം. നമ്മളെ ശ്രദ്ധിക്കണ പോലെ ഇരിക്കും. ഇപ്പൊ നമ്മുടെ വണ്ടി ആയിക്കോട്ടെ, നമ്മുടെ ഒരു 2 വീലർ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 2 വീലർ ആയിക്കോട്ടെ, അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് അത്രയും കാലം നമുക്ക് ഉപയോഗിക്കാം. സൂക്ഷിക്കുന്നതിന്റെ അനുസരിച്ചിരിക്കും. നമ്മൾ ഓരോന്നും അത് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ അനുസരിച്ചിരിക്കും. നല്ല വൃത്തിയായിട്ടും നല്ല എല്ലാം ഇത് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഇരിക്കും അതിന്റെ ആയുസ് എന്ന് പറയും, മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ആൻഡ് റിപ്പയർ, അതിന്റെ നന്നാക്കലും. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. പീരിയോഡിക് ക്ലീനിങ്, അത് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ക്ലീനിങ്ങുകള്. പിന്നെ ചെക്കിങ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധ പരിപാലനം ഒക്കെ ചെക്ക് ചെയ്യുന്നു. ഇൻഷുറൻസുകളൊക്കെ ചെക്ക് ചെയ്യുന്നു. റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്, സ്പെയറുകളുടെ ലഭ്യത, ഇതിന്റെ സ്പെയറുകളുടെ അവൈലബിലിറ്റി. ഏതെങ്കിലും ഒന്ന് ഇതായി പോയി, അപ്പൊ ആ സ്പെയർ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാം. ഓക്കെ, പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്, അതൊന്നും വെറുതെ അങ്ങോട്ട് വായിച്ചു പോയാൽ മതി കേട്ടോ. ദെൻ അടുത്ത ഡി എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80 to 90%. എത്ര ശതമാനം യൂട്ടിലൈസ് ചെയ്യാം? 80 മുതൽ 90% മാത്രം അത് യൂട്ടിലൈസ് ചെയ്യാം. നോ അണ്ടർ ഓവർ യൂട്ടിലൈസേഷൻ. അതിന്റെ കീഴിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഓരോന്നിനും അതിന്റെ മിഷൻസിനും അതിന്റെ കാലാവധി ഉണ്ടല്ലോ. അപ്പൊ 80 to 90% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കീഴിലോ അതിന്റെ കുറവോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉപയോഗം ചെയ്യാൻ പാടില്ല. എക്യുപ്മെന്റ്സിന്റെ യൂട്ടിലൈസേഷൻ, ഉപയോഗം. ദെൻ ഇ എന്ന് പറയുന്നത് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡിംഗ് ചെയ്യാന്ന് വെച്ചാൽ എന്തായും പറഞ്ഞിട്ട് തള്ളിക്കളയുക അല്ലെ. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് ആർ സ്ക്രാപ്പ് ഐറ്റംസ് ഫോർ റീസെല്ലിംഗ്. സ്ക്രാപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് അത് ആ മെറ്റീരിയൽസ് റീസെല് ചെയ്യാം, എന്താ വീണ്ടും വിൽക്കാം. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഹാൻഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നില്ലേ? അതുപോലെ ആ സ്ക്രാപ്പായിട്ട് അത് എന്താ പറയാ, എക്യുപ്മെന്റ്സുകൾ ഡിസ്കാർഡ് ചെയ്യാം, നിരസിക്കാം, തള്ളിക്കളയാം. എങ്ങനെയാ? ആ സ്ക്രാപ്പ് ഐറ്റംസ് ഫോർ റീസെല്ലിംഗ്. സ്ക്രാപ്പായിട്ട് നമുക്ക് ഐറ്റംസ്, ആ എക്യുപ്മെന്റ്സുകളൊക്കെ റീസെല് ചെയ്യാം. ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ എന്താ ചെറിയ ഹോസ്പിറ്റൽസിന് അത് ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് നമുക്ക് വീണ്ടും ഇനി കുറച്ച് നാളും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അവര് ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസുകളൊക്കെ എക്യുപ്മെന്റ്സുകൾ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽസിന് അത് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പൊ അത് വെറുതെ ചീത്തയാക്കി കളയും വേണ്ട, അവർക്കൊരു ഉപകാരവുമായി എന്നുള്ള നിലയിൽ അത് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാം. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ നിരസിക്കലാണ് തള്ളിക്കളയുന്നത്. എക്യുപ്മെന്റ് അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ സ്ക്രാപ്പായിട്ട് റീസെല് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ഹോസ്പിറ്റൽസിനൊക്കെ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പൊ ആ 5 പോയിന്റും ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ
ഇത് ആദ്യത്തെ ഓർക്കുന്നില്ലേ 5 പോയിന്റ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് പറഞ്ഞില്ലേ ഇത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ് പറഞ്ഞു അതില് ഓരോ പോയിന്റ്സുകളാ പറഞ്ഞത് പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് അതിൽ 5 പോയിന്റ്സും ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചും കൂടി നോക്കാം കേട്ടോ ഇന്ന് തന്നെ എല്ലാവരും വായിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നു പോകും അതുകൊണ്ട് പറയുന്നത് ഇന്ന് തന്നെ നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ ലാസ്റ്റ് വരെ വെക്കാതെ ഇന്ന് തന്നെ വായിക്കാം ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ ഓക്കെ ഇവിടെ വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് സ്ക്രാപ്പ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം അത് റീസെയിൽ ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് അത് ആ എക്യുപ്മെന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റലിന് ഫ്രീ ആയിട്ട് കൊടുക്കാം ഈ ഒരു ചെറിയൊരു ഇതും കൂടി ഇത് അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് അപ്പത്തേക്കും കുറച്ചു പേരൊക്കെ ഒക്കെ ഒക്കെ ആയിരിക്കും ലീവ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് നോക്കുന്നില്ല അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഡേ വെനസ്ഡേ ഉണ്ടല്ലോ വെനസ്ഡേക്ക് നോക്കാം പാട്ടൊക്കെ ഓക്കെ പിന്നെ പഠിപ്പിച്ചതൊക്കെ എല്ലാവരും വായിച്ചു നോക്കോ വായിച്ചു നോക്കുന്നുള്ളവരൊക്കെ ഒന്ന് തമ്മിട്ടെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇത്തിരി ടഫ് ആയതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ എല്ലാവരും ഇപ്പൊ തമ്മൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു 10 മിനിറ്റ് പോരെ ഇത്രയൊന്ന് വായിക്കാനായിട്ട് കേട്ടോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ വായിച്ചു വെക്കാം പിന്നെ തമസ്തയിലെ എക്സാമിന്റെ കാര്യം ആരും മറക്കണ്ട മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഒന്ന് വായിച്ച് നമ്മൾ തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കി വരിക കേട്ടോ ഓക്കെ ക്ലാസ് മൈൻഡ് ചെയ്തോട്ടെ ഓക്കെ താങ്ക് യു